നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ. അപ്പൊ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ സിങ് ആണെങ്കിൽ ആരെയും ഒരാളെ വിളിച്ചിട്ട് ഈ ഒരു ഡോക്ടർ ക്ലൗഡ് എന്ന് പറഞ്ഞ മെഷീൻ ആണെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളത് ആ ഒരു കാര്യം ഞാൻ ചെക്ക് ചെയ്തോടെ ചോദിക്കുന്നതല്ലേ. നോക്കുമ്പോൾ ആരെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? ഇവള് നേരത്തെ കണ്ട ഒരു ഡോക്ടർ ഇല്ലേ, ആ ഒരു ഡോക്ടർ ആയിരിക്കും. അതേ ടൈം ഡോക്ടർ ആണെങ്കിൽ ഇവളോട് പറയും നിന്റെ പ്രൊജക്ട് ആയിട്ടുള്ള ബേ പോലെയല്ല ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയും. നമ്മളെ സിങ് ആണെങ്കിൽ പറയും ഞാൻ ഒരു റോബോട്ട് എഞ്ചിനീയർ ആണ്, എനിക്ക് ഇതിനെ കൊണ്ട് നല്ല അറിവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്തോട്ടെ എന്ന് ചോദിക്കുക. അയാളും ആണെങ്കിൽ ഇവളെ വിടുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഓരോ ടൈമും ഫെയിൽ ആയി കൊണ്ട് നിൽക്കുന്നതായിരിക്കും. ഡോക്ടർക്കും ഇവളെ മേലുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല, അത് കുറഞ്ഞോണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ എന്തോ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ട് ആ ഒരു സംഭവം ശരിയാക്കുന്നുണ്ടാവും. ഡോക്ടറും ഈ ഒരു കാര്യം എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടാവില്ലേ. ഡോക്ടർ ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ പ്രശംസിക്കുന്നുണ്ടാവും. ഇതാ പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ ബേ പ്രൊജക്ടിന്റെ ഫേസ് 2ന്റെ കാര്യം ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ആണെങ്കിൽ പറയും നിങ്ങളെ പ്രൊജക്ട് ഒക്കെ അടിപൊളിയാണ്, പക്ഷേ നമ്മളെ ഹോസ്പിറ്റലിൽ അതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നും നമുക്ക് തോന്നുന്നില്ല. പേഷ്യൻസിനാണെങ്കിൽ ആ ഒരു റോബോട്ട് ചെക്ക് ചെയ്താലും ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കത് കുറച്ച് നഷ്ടമാണെന്ന് പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ പ്രൈമറി ഹോസ്പിറ്റലിലൊക്കെ ഈ ഒരു കാര്യം നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ആ ഒരു കാര്യത്തിന് ഓക്കെ പറയുന്നുണ്ടാവും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ആണെങ്കിൽ വന്ന വാർഡ് ഡോക്ടറോട് സോറി ഒക്കെ ചോദിക്കുക. ഡോക്ടർ ആണെങ്കിൽ പറയും എല്ലാ കാര്യങ്ങളും ഈ ഒരു സിങ് കറക്റ്റ് ചെയ്തതിന് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും ഇതുപോലത്തെ ഒരു സംഭവം ഇനി ഒരിക്കലും ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിള്ളേർ രണ്ടാളും പുറത്തേക്ക് വരും. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവനോട് പറയുന്നുണ്ടാവേ ഈ ഒരു ബ്രേക്ക് ഡൗണിന്റെ കാര്യമാണെങ്കിൽ ആരോ കരുതി കൂട്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്, എല്ലാവരും ഇങ്ങനെ സംഭവിക്കാനുള്ള ഒരു ചാൻസും ഇല്ലാന്ന് ഇവള് പറഞ്ഞിട്ട് വായി എടുക്കുന്നതിനും കാട്ടി മുന്നേ നമ്മളെ ചെക്കൻ്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ടാങ് ഇല്ലേ അവൻ വിളിച്ചിട്ടും സെയിം കാര്യം പറയുന്നുണ്ടാവും. കാരണം ഈ ഒരു ബ്രേക്ക് ഡൗൺ ആകെ കുറച്ച് ടൈമേ ഉണ്ടായിട്ടില്ല, പക്ഷേ അതിനെയും കാട്ടി മുന്നേ ആ ഒരു സംഭവം ന്യൂസിൽ വരാനായിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അതിന്റെ ഒരു മീൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കരുതിക്കൂട്ടി ചെയ്തതാണെന്നുള്ള രീതിയിലാണല്ലോ ഇവരെല്ലാം തിങ്ക് ആക്കുക. ശരിക്കും ഇത് ആരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് തോന്നുന്നത്. അവനാണെങ്കിൽ കാറിന്റെ അടുത്തേക്ക് എത്തുന്നേരം അവളോടാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടാക്കാന്ന് പറയേ. അവളാണെങ്കിൽ പറയും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളൂ എന്ന് പറയുന്നേരം അവനാണെങ്കിൽ ചോദിക്കോ സിങ് നിന്റെ പ്രശ്നം എന്നാ എല്ലാവരും നമ്മളെ കൊണ്ട് പറയുന്നതാണോ നിന്റെ പ്രശ്നം? നമ്മൾ എല്ലാവരുടെ കാര്യങ്ങളും കേൾക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനേ പറ്റൂല, നമുക്ക് രണ്ടാക്കും നമ്മളെ കാര്യങ്ങൾ അറിയാം, അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടോ. നമ്മളെ പെണ്ണും അധികം ഒന്നും പറയുന്നുണ്ടാവില്ല. എങ്കിൽ ഇല വന്നിട്ട് മുള്ളിൽ വീണാലും മുള്ള് വന്നിട്ട് ഇലയിൽ വീണാലും പ്രശ്നം മൊത്തം ഇലക്കാന്നുള്ള കാര്യം നമുക്കറിയാലോ. സിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാങ്ങിന് കുശുമ്പായില്ലേ. അവളാണെങ്കിൽ ആ ഒരു കാര്യം പറയേണ്ടിട്ട് ചെന്നിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവേ. പക്ഷെങ്കിൽ ചെന്നാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ കഴിവിനെ പ്രശംസിക്കുമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇത് കേൾക്കുമ്പോൾ സാങ്ങിന് പിന്നെയും ദേഷ്യം പിടിക്കും. അവളാണെങ്കിൽ പറയൂ നിന്റെ സ്റ്റാഫ് ചെയ്തത് ഇപ്പം നല്ല കാര്യമായിരിക്കും, പക്ഷേ അത് മോശത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആരാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക? ഞാനാ അല്ലെങ്കിൽ നീയാ? നിന്റെ സ്റ്റാഫ് വളരുന്നുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെയാണ് പ്രശ്നം, അല്ലാണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അവളെ കഴിവിനനുസരിച്ചിട്ട് അവള് പ്രൊമോഷൻ കിട്ടി പോകും, പക്ഷേ നീ ഒരേ സ്ഥലത്ത് നിൽക്കേണ്ടി വരുന്നു പറഞ്ഞിട്ട് ചെന്നിന്റെ മനസ്സിലൊരു വിഷം കയറ്റുകയെ. അത് കേൾക്കുമ്പോൾ ചെന്നാണെങ്കിൽ പറയും നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞാൻ അവൾക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും അകത്തേക്ക് പോകുന്നുണ്ടാവുക. എന്നിട്ട് ഇയാളാണെങ്കിൽ നമ്മളെ പെണ്ണിനാണെങ്കിൽ അയാളെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ടാവേ. എന്നിട്ട് സ്ഥിരമായിട്ടുള്ള ഉഡായിപ്പ് ഡയലോഗുകളൊക്കെ നമ്മളെ പെണ്ണിനോട് പറയുന്നുണ്ടാവും. എന്നിട്ട് എന്തോ ഒരു വർക്ക് കൊടുത്തിട്ട് ഈ ഒരു വർക്ക് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് പ്രൊമോഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ അതേ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ടാവേ. പക്ഷേ നമ്മളെ പെണ്ണിപ്പോൾ പണ്ടത്തെ പെണ്ണല്ലല്ലോ, അവൾക്ക് എല്ലാ കാര്യത്തിനെ കൊണ്ടും നല്ല പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ പറയൂ നിങ്ങൾ ഇതിനു മുന്നേ ഒരു പ്രൊമോഷൻ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു പ്രൊമോഷൻ എടുത്തു എന്ന് ചോദിക്കുന്നത്. അയാളാണെങ്കിൽ പറയും അത് അന്ന് ആ ഒരു ബോസിന്റെ പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലാവരും നിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്ത്, അതുകൊണ്ടാണ് നിനക്ക് ആ ഒരു പ്രൊമോഷൻ കിട്ടാണ്ട് നിന്നേന്ന് പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഞാൻ ആ വിക്ടിം, എന്നിട്ടും എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടില്ലല്ലേ, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടാണ്ടുന്നത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോ. ചെന്നാണെങ്കിൽ പറയും വേറൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ തപ്പി തടഞ്ഞിട്ട് പറയുന്നുണ്ടാവേ. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എന്നെ ഉരുണ്ട് കളിക്കേണ്ട ഒരാവശ്യമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ കാതുകൊണ്ട് കേട്ടിന്, അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഉടായ്പ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വരാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. എന്നിട്ട് നമ്മളെ പാവം സിങ് ആണെങ്കിൽ ഈ ഒരു സാങ്ങിനെ കൊണ്ട് അറിയാണ്ട് അവളുടെ അടുത്ത് തന്നെ ഈ ഒരു ചെന്നിന് കംപ്ലൈന്റ് ചെയ്യാൻ വരുന്നുണ്ടാവേ. എന്നിട്ട് അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ R&D ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് മാർക്കറ്റിങ്ങും മെയിൻ്റനൻസും ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തരുന്നത് എന്ന് ചോദിക്കുന്നേരം ഈ ഒരു സാങ് ആണെങ്കിൽ പറയും ചെന്ന് എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു റീസൺ ഉണ്ടാവും, അതുകൊണ്ട് അതൊന്നും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കണ്ടെന്ന് പറയും. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഓക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും ചോദിക്കുന്നില്ല,
ബേയ് പ്രൊജക്ടിന്റെ ഫേസ് 1 കഴിഞ്ഞ പാട് എനിക്കാണെങ്കിൽ ഒരു പ്രൊമോഷനും അത് മാത്രമല്ല ബോണസും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ആണെങ്കിൽ പ്രൊമോഷനും ഇല്ല ബോണസും ഇല്ല എന്നാ പറയുന്നത്. ഞാൻ കഷ്ടപ്പെട്ടതിന് എനിക്കൊരു പൈസ വേണ്ടേ, അത് അൺഫെയർ അല്ലേ എന്ന് പറയുമ്പോൾ ഒരു സാങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ പെണ്ണെന്തോ വലിയൊരു തെറ്റ് ചെയ്ത പോലെ ആയിരിക്കും സാങ് സംസാരിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ സിങ്ങിന് മനസ്സിലാക്കും ഈ ഒരു സാങ്ങിനോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നത്. അതുകൊണ്ട് അവളാണെങ്കിൽ അവിടുന്ന് വരുന്നുണ്ടാവേ. അതേ ടൈം ഈ ഒരു സാങ്ങിന്റെ മുഖം കാണുമ്പോൾ നമുക്കൊന്ന് കൊടുക്കാൻ തോന്നും. അങ്ങനെ നമ്മളെ സിങ് പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നേരം ഈ ഒരു ചെന്നാണെങ്കിൽ ബെയ്ന്ന് പറഞ്ഞ ഒരു പ്രൊജക്ടിന് എന്തോ ഒരു സംഭവം ഇമെയിൽ ചെയ്ത് കൊടുക്കാൻ പറയേ. സിങ് ആണെങ്കിൽ ഇയാളെ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല. ചെന്നാണെങ്കിൽ നമ്മൾ സിങ്ങിന്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയൂ, ഞാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രൊജക്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനും നീയും പ്രൊമോട്ട് ആകും. നമ്മൾ രണ്ടാളും ഒരേ തോണിയിലാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. അത് നീ ഫസ്റ്റ് മനസ്സിലാക്കി. അല്ലാണ്ട് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. എൻ്റെ മേലെയുള്ള ആൾക്കാർ എന്നോട് എന്നാന്നോ പറയുന്നത് അതിനനുസരിച്ചിട്ട് എനിക്ക് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അത് നീ ഫസ്റ്റ് മനസ്സിലാക്കുക. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഉപദേശിക്കുന്ന രീതിയിൽ 100 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ടാവേ. നമ്മളെ പെണ്ണാണെങ്കിൽ കമാന്നുള്ള ഒരു അക്ഷരം ഉണ്ടായിട്ട് എല്ലാം കേട്ട് നിൽക്കുകയെ. എന്നിട്ട് അയാൾ പറഞ്ഞതുപോലെ എന്തോ ഒരു സംഭവം അവൾ മെയിൽ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അവളാണെങ്കിൽ പറയും, ഞാൻ ഇത് ക്വിറ്റ് ചെയ്യാൻ പോകുന്നാന്ന് പറയൂ. ചെന്നാണെങ്കിൽ പറയും, എന്ത് ക്വിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെല്ലാം സംഭവിക്കുന്നത് നിനക്ക് അറിയില്ല. 2 വർഷം നിനക്ക് വേറെ ഏടും ജോബിന് ട്രൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ പറയുന്നുണ്ടാവേ. അവളാണെങ്കിൽ പറയും, ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ അയാളാണെങ്കിൽ ഇവളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക. അവളാണെങ്കിൽ അവളെ കൺട്രോൾ മൊത്തം പോയിട്ട് നമ്മളെ ID കാർഡില്ലേ അതിതാ ഇതുപോലെ ചാടിയിട്ട് അവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ടാവും. ഈ ഒരു കാര്യം ചെന്നെ എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടാവില്ല. വേയു ആണെങ്കിൽ അന്തം വിട്ട കുന്തം പോലെ നമ്മളെ പെണ്ണിനെ നോക്കുന്നുണ്ടാവേ. പക്ഷെ നമ്മളെ സിങ്ങിനാണെങ്കിൽ അതെന്താ പറയുക, ആ ഒരു സാഹചര്യത്തിൽ ചെയ്യുമോ എന്ന് പറയില്ലേ, ആ ഒരു സാഹചര്യത്തിൽ അവൾ ചെയ്തതായിരിക്കും. അവൾക്ക് പുറത്ത് വന്നിട്ട് സങ്കടം സഹിക്കാൻ പറ്റാണ്ട് അരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവും പാവം നമ്മളെ സിങ്. ഇങ്ങനെ അവള് പുറത്തേക്ക് പോകുന്നേരം ഹാനെ കാണുന്നുണ്ടാവുക. പക്ഷേ അവളാണെങ്കിൽ മുഖം വരെ കൊടുക്കാണ്ടായിരിക്കും നടന്നിട്ട് പോകുന്നുണ്ടാവുക. ടാങ് ആണെങ്കിൽ ചോദിക്കും, അത് ജി അല്ലേ എന്ന് ചോദിക്കുന്നേരം, അതായത് നമ്മളെ പെണ്ണിന്റെ പേര് ജി സിംഗ് എന്നാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വന്നത്. ജി അല്ലേ എന്ന് ചോദിക്കുന്നേരം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, എനിക്ക് തോന്നുന്നത് അവളിങ്ങനെ റിസൈൻ ചെയ്ത് നാന്നെന്ന് പറയേ. എത്ര പെട്ടെന്ന് ഹാനാണെങ്കിൽ അവളെ മൈൻഡ് കണ്ടുപിടിച്ചത്. അതേ ടൈം ടാങ് ആണെങ്കിൽ പറയും, ആ ഡോക്ടർ ജിയാങ്ങിന്റെ ആ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മളെ പെണ്ണിന്റെ റെസ്യൂം നമുക്ക് അയച്ചാലോ എന്ന് ചോദിക്കുന്നേരം നമ്മളെ ഹാൻ ആണെങ്കിൽ ആ ഒരു കാര്യത്തിൽ സമ്മതം മൂളുന്നുണ്ടാവേ. ഈ ഒരു ഡോക്ടർ ജിയാങ്ങും നമ്മളെ ചെക്കനും കൂടിയിട്ടായിരിക്കും ആ ഒരു ഡോക്ടർ ക്ലൗഡ് എന്ന് പറഞ്ഞ പ്രൊജക്ട് മൂവ് ഓൺ ചെയ്തിട്ട് പോകുന്നുണ്ടാവുക. ഇങ്ങനെ സിങ് ആണെങ്കിൽ അവളെ ഈജുനോട് ഇവളെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവേ. പക്ഷേ അവനാണെങ്കിൽ ഇവളെ ഡീമോട്ടിവേറ്റ് ഒന്നും ചെയ്യാണ്ട് ഇവളോടാണെങ്കിൽ പറയും, നീ ഇപ്പൊ റിലാക്സ് ചെയ്യ്, എന്താണെങ്കിലും ഞാൻ വന്നിട്ട് നോക്കാം, പിന്നെ നമ്മൾ രണ്ടാളും ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സാധിക്കാലോ, അതുകൊണ്ട് എൻ്റെ മോള് സങ്കടപ്പെടുന്നു വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിച്ചിട്ട് അവളെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മുടെ ഈജുനെ ആയിരിക്കും. അവനാണെങ്കിൽ അവൻ്റെ ഏതോ ഒരു സെമിനാറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടീം. അവൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ വന്നിട്ട് പറയും, എടാ നമുക്ക് ഇന്ന് ഡിന്നർ കഴിക്കാൻ പോകാം, നമ്മളെ സ്റ്റാഫ്സ് എല്ലാവരും ഉണ്ട്, അതുമാത്രമല്ല നമ്മളെ ബോസ് ഉണ്ട്, ഈ ഒരു ഡിന്നർ നമുക്ക് അടിപൊളിയായിരിക്കും എന്ന് പറയുന്നവരും നമ്മുടെ ഈജനാണെങ്കിൽ പറയും, എനിക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നേരെ നാട്ടിലേക്ക് പോകാൻ, എന്നാലേ എനിക്ക് എൻ്റെ പെണ്ണിനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയേ. അപ്പോൾ അതേ ടൈം അവനാണെങ്കിൽ പറയും, ഓ അങ്ങനെയാണോ, എന്നാൽ പിന്നെ നീ നിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിക്കോ, ഞാൻ ഇങ്ങനെ ഡിന്നർ കഴിക്കാൻ പോകുന്നതെന്ന് പറയും. അതേ ടൈമായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന കാര്യം ഓർമ്മിക്കുന്നുണ്ടാവുക. അതായത് അവനാണെങ്കിൽ പെണ്ണിന് വേണ്ടി റിംഗ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവേ. അത് വാങ്ങാൻ പോകുന്നേരം ആ ഒരു ഷോപ്പിലത്തെ പെണ്ണുങ്ങളാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഈ ഒരു റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഡീപ്പസ്റ്റ് ലവിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലവ് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ കാര്യം നമ്മൾ ഈജുന് ഇപ്പം ആലോചിക്കുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ പെണ്ണിനെ നോക്കുന്നതാണെങ്കിൽ അവളെ ഇപ്പോഴത്തെ അവസ്ഥ ഇതുപോലെ ആയിരിക്കെ. അവളാണെങ്കിൽ എത്രയോ വർഷം ഒരേ ടൈം ലൈനിൽ പണിയെടുത്തത് കൊണ്ട് തന്നെ ഇപ്പം അവൾക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ല. അവളെ കാണുമ്പോൾ നമുക്ക് സങ്കടവും വരും, അതേ ടൈം ചിരിയും വരും. അവളെ ഫ്രണ്ട് ആണെങ്കിൽ ഇവളെ റിസൈൻ ചെയ്ത കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. 2 ആണെങ്കിലും മറ്റേ നീ എന്താടി ഇവിടെ ടൈം ആയില്ലേ ജോലിക്ക് പോകുന്നെന്ന് പറയുമ്പോഴേക്കും അവളാണെങ്കിൽ ജോലി ക്വിറ്റ് ചെയ്ത കാര്യം പറയുന്നുണ്ടാവുക. ഈ ഒരു കാര്യം അറിഞ്ഞിനോന്ന് ചോദിക്കുന്നിട്ട് നമ്മളെ സിങ്ക് ആണെങ്കിൽ അവൻ അറിഞ്ഞിന്, അവൻ എന്നോട് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞത്. ഞാനും വിചാരിച്ചു കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് ഒന്നിനെ കൊണ്ടും ചിന്തിക്കാണ്ടിരിക്കാന്നെന്ന്. പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങനെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയുന്നതായിരിക്കും. ഇതേ ടൈമായിരിക്കും അവളെ ഫോണിലാണെങ്കിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആ ഒരു മെസ്സേജ് വരെ ഇവളിതാ ഈ ഒരു കാലിനെ കൊണ്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക.
ആരാ മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ ഇവളെ ഫ്രണ്ട് ആയിട്ടുള്ള സൂ ആയിരിക്കെ ആ ഒരു ചെക്കനാണെങ്കിൽ ഇവള് റിസൈൻ ചെയ്ത കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇവക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. അവളിപ്പോ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നതിനും അവളാണെങ്കിൽ പറയും ഞാൻ ഇപ്പൊ അവിടെ എത്താതെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടാവും. കാരണം അവളെ അവസ്ഥ അങ്ങനത്തതായിരിക്കെ മുന്നേ ഇവനൊരു പ്രപ്പോസൽ ഇവളെ മുന്നിൽ വെച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അവൾക്ക് ആ ഒരു ജോബിനോട് അത്ര എന്താ പറയുക ആത്മാർത്ഥത ഉള്ളത് കൊണ്ട് തന്നെ ഇവന്റെ പ്രപ്പോസൽ ആണെങ്കിൽ ഇവളിപ്പോ എടുത്തിട്ടുണ്ടാവില്ല. ആ ഒരു കാര്യം കൂടി സംസാരിക്കാനായിട്ടായിരിക്കും ഇവൻ വന്നിട്ടുണ്ടാവുക. ഇവനാണെങ്കിൽ ഇവളെ ചെയ്തത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം അവള് റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഒരു പ്രപ്പോസൽ ഇവളെ ആക്സെപ്റ്റ് ചെയ്യുമെന്നായിരിക്കും ഇവന്റെ വിചാരം. അതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അന്ന് ഹോസ്പിറ്റലിൽ ആ ഒരു ഡോക്ടർ ക്ലൗഡ് ബ്രേക്ക് ഡൗൺ ആയിട്ടില്ലേ, എന്നാലും ഒരു പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ അയാളെ മോനെ ഫോൺ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചാലോ ഇവളായിരിക്കും ഫോൺ കൊടുത്തിട്ടുണ്ടാവുക. ആ ഒരു നമ്പർ വെച്ചിട്ടായിരിക്കും ഈ ഒരു മുത്തശ്ശി നമ്മളെ പെണ്ണിനെ വിളിക്കുന്നുണ്ടാവുക. എന്നിട്ട് മുത്തശ്ശിയാണെങ്കിൽ പറയും എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കുറേ ദൂരമുണ്ട്, അത് മാത്രമല്ല എൻ്റെ പല്ലിന് പിന്നെയും പ്രശ്നം വന്നിട്ടുണ്ട്, ഞാൻ അതിന് ഇനി മെഡിസിൻ എടുക്കണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് കാണിക്കണമെന്ന് ചോദിക്കുന്നേരം നമ്മളെ സിങ് ആണെങ്കിൽ പറയും ഗ്രാനി ഞാനാണെങ്കിൽ ഇങ്ങനെ ഡോക്ടറൊന്നുമല്ല, അന്ന് ഞാൻ ഒരു സിസ്റ്റം നന്നാക്കി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡോക്ടർ അല്ല എന്ന് പറയും. മുത്തശ്ശിയാണെങ്കിൽ ഇവള് ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവും. മുത്തശ്ശിയാണെങ്കിൽ പറയും ഹാ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോള് കട്ടാക്കി നമ്മളെ പെണ്ണിനോടും ചെക്കൻ ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ചതെന്ന്. അവളാണെങ്കിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയും. എന്നിട്ട് അവനാണെങ്കിൽ അവൻ പുതിയ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്ടിന്റെ പ്രൊപ്പോസൽ ഒന്നും കൂടി നമ്മളെ പെണ്ണിന് കാണിക്കുന്നുണ്ടാവേ. അവൾ എന്നാ മറുപടി കൊടുത്തതെന്നൊന്നും ഇപ്പൊ നമുക്ക് കാണിച്ചു തരുന്നില്ല. വീട്ടിലെത്തിയിട്ട് പിള്ളേരെല്ലാവരും ഫുഡ് കഴിക്കുന്നേരം ലീലി ആണെങ്കിൽ സിങ്ങിനോട് പറയും എടാ എനിക്കറിയുന്ന ഒരു കമ്പനിയിൽ ആളെ വാക്കൻസി ഉണ്ട്, നീ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ചോദിക്കുന്നേരം നമ്മളെ സിങ് ആണെങ്കിൽ പറയും എൻ്റെ ബ്രദറായിട്ട് ഒരു ചെക്കൻ സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുന്നുണ്ട്, ആ ഒരു കമ്പനിയിലേക്ക് അവൻ എന്നെ വിളിച്ചിനി, എനിക്കും തോന്നുന്നത് അതൊരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ ആരെങ്കിലും അടിമയായിട്ട് പണിയെടുത്തിട്ട് ഒരു 3 വർഷം കഷ്ടപ്പെട്ട് പെട്ടെന്ന് ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവിടുന്ന് ഇറങ്ങുമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ട്രബിൾ അല്ലേ എന്ന് പറയും. ഇങ്ങ് പറയുന്ന കാര്യം കറക്റ്റാണെന്ന് തോന്നുന്നേരം പിള്ളേരും ഒന്നും പറയുന്നുണ്ടാവില്ലേ. അതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ടാവുക. നമ്മളെ ഗ്രാനി ഒക്കെ ഉള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജിലേക്കായിരിക്കും. ആ ഒരു വില്ലേജിലേക്കാണെങ്കിൽ ഇവരെ കമ്പനിയിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, ടൂർ നല്ല ബിസിനസിന്റെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ഇമെയിൽ ആയിരിക്കും. നമ്മളെ പെണ്ണ് റിസൈൻ ചെയ്തിട്ടും ആ ഒരു ഇമെയിൽ ഇവക്ക് വരുന്നുണ്ടാവും. ഇവളാണെങ്കിൽ ഈ ഒരു കാര്യം പറയുമ്പോൾ ടൂ ആണെങ്കിൽ പറയും ആ ഒരു വില്ലേജ് അടിപൊളി വില്ലേജാണ്, നമുക്ക് അവിടത്തേക്ക് ട്രിപ്പ് പോകാമെന്ന് പറയേ. 2 മണിക്കൂറേ ഉള്ളൂ, എന്നാലും ലീലിക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. നമ്മളെ ടൂ ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിന്റെ ബസ്സും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ടാവും. നമ്മളെ സിങ്ങും അധികം ഒന്നും അതിൽ പറയുന്നുണ്ടാവില്ല. വിചാരിച്ചു ഈ മുത്തശ്ശിനെ എന്തിനപ്പൊ വെറുതെ വലിച്ചിട്ടിനെന്ന്, എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ സിങ് ആണെങ്കിൽ ആ ഒരു വില്ലേജിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ന്യൂസ് നമ്മളെ ഹാന് മറന്നിട്ടുണ്ടാവേ. അവനാണെങ്കിൽ ടാങ്ങിനോട് ഞാനും പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ടാങ് ആണെങ്കിൽ ചിരിക്കുന്നുണ്ടാവും, പക്ഷെങ്കിൽ അധികം ഒന്നും പറയുന്നുണ്ടാവില്ലേ. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ സിങ് ആണെങ്കിൽ ആ ഒരു വില്ലേജിൽ എത്തുന്നതായിരിക്കും. എന്നിട്ട് അവളോ ആരോടോ വിളിച്ചിട്ട് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ടാവേ. ഈ ടൈം ഹാന് ഞാൻ കൊണ്ടുപോകാന്നെന്ന് പറഞ്ഞിട്ട് അവളെ ലഗേജ് ഇതുപോലെ എടുക്കുന്നുണ്ടാവേ. അതേ ടൈം ആയിരിക്കും നമുക്കുള്ള അതേ ഡൗട്ട് അവനാണെങ്കിൽ അവളോട് ചോദിക്കുന്നുണ്ടാവുക, നീ ഇങ്ങനെ റിസൈൻ ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അതേ ടൈം സിങ് ആണെങ്കിൽ പറയൂ 2-3 ദിവസം കൂടി ഞാൻ വർക്ക് ചെയ്യാമെന്ന് ആ ഒരു ചെന്നിനോട് പറഞ്ഞിന്, അതുകൊണ്ട് മാത്രം വന്നതാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് വരൂലേനു എന്ന് പറയൂ. അതേ ടൈം ഹാൻ ആണെങ്കിൽ പറയും അന്ന് ഹോസ്പിറ്റലിൽ നടന്ന സംഭവം നമ്മളെ ഡോക്ടർ ജിയാങ് അറിഞ്ഞിന്, അയാളാണെങ്കിൽ അയാളുടെ ടീമിലേക്ക് നിന്നെ ക്ഷണിച്ചെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിന് കുറച്ച് ഷോക്ക് ആകുന്നുണ്ടാവേ. എന്നിട്ട് ഹാൻ ആണെങ്കിൽ ആ ഒരു കമ്പനിയിൽ വന്നിട്ട് ചേരാൻ പറയും. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എനിക്കൊരു ബോണ്ട് ഉണ്ട്, അത് വെച്ചിട്ട് എനിക്ക് ചേരാൻ പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും അതെനിക്ക് ഇൻവാലിഡ് ആക്കാൻ പറ്റുമെന്ന് പറയേ. പക്ഷേ എന്നാലും നമ്മളെ ഹാനിന്റെ കൂടെ വർക്ക് ചെയ്യേ നമ്മളെ പെണ്ണിന് അത്ര വലിയ ആഗ്രഹം ഉണ്ടാവില്ല എന്നല്ല, എന്നും ഗോസിപ്പ് കേൾക്കുക, എന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, അങ്ങനത്തെ ഒക്കെയുള്ള ടെൻഷൻ ആയിരിക്കും. പക്ഷേ നമ്മളെ ഹാന് മാക്സിമം അവളെ കൺവിൻസ് ചെയ്യാൻ നോക്കൂ. അങ്ങനെ നമ്മളെ സിങ് ആണെങ്കിൽ അവളെ പ്രൊജക്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞ പ്രൊജക്ട് ഈ ഒരു ഗ്രാമത്തിൽ വെക്കുന്നുണ്ടാവേ. അവളെ പ്രൊജക്റ്റ് അല്ല എല്ലാവരെയും കൂടി, എന്നാലും കുറച്ചധികം തല നമ്മളെ പെണ്ണിന്റെ ഒഴികെ. അങ്ങനെ ആ ഒരു പ്രൊജക്റ്റിലാണെങ്കിൽ ഓരോരുത്തർ അവരവരെ പല്ല് നോക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ പെണ്ണിന് ഇന്നലെ വിളിച്ച ആ ഒരു ഗ്രാനിയിലെ ആ ഒരു ഗ്രാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. എന്നിട്ട് ഗ്രാനി ആണെങ്കിൽ പറയൂ മോളെന്താ വിടാ, മോളല്ലേ പറഞ്ഞത് മോളിങ്ങനെ ഡോക്ടർ അല്ലാന്ന്, പിന്നെ എന്താ വിടാന്ന് ചോദിക്കുന്നേരം അവളാണെങ്കിൽ അവളെ പ്രൊജക്റ്റും അവൾ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഈ ഒരു മുത്തശ്ശിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടാവേ. അതേ ടൈം ഈ ഒരു മുത്തശ്ശി ആണെങ്കിൽ പറയും എൻ്റെ ഫ്രണ്ട് ഇവളെ പല്ലിനാണെങ്കിൽ
പെണ്ണിനാണെങ്കിൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കൽ ആ ഒരു മിഷനിൽ ഇത് നോക്കാൻ പറ്റുമെന്ന് ചോദിക്കും. നമ്മൾ പെണ്ണാണെങ്കിൽ പറയും ഹാ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുത്തശ്ശിന്റെ പല്ലും ആ ഒരു പ്രൊജക്ട് ഒന്ന് നോക്കുന്നുണ്ടാവും. ഡോക്ടറും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ടാവേ. അങ്ങനെ ആ ഒരു മുത്തശ്ശിന്റെ ഫ്രണ്ട് ആണെങ്കിൽ അവിടുന്ന് പോകാൻ നിൽക്കുന്നേരം അവരാണെങ്കിൽ വീകാൻ നോക്കി നമ്മളെ പെണ്ണ് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ പിടിക്കുന്നേരം ആ ഒരു മുത്തശ്ശി ആണെങ്കിൽ അവളെ കൈ തട്ടി മാറ്റുന്നുണ്ടാവും. എന്നിട്ട് മുത്തശ്ശി ആണെങ്കിൽ പറയും എനിക്ക് ഒറ്റക്ക് നടക്കാൻ അറിയാം, എന്നെ ആരും പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി നടന്നിട്ട് പോവുകയും നമ്മളെ സിംഗ് ആണെങ്കിൽ ഒരു നല്ല കാര്യം വിചാരിച്ചതായിരിക്കും. അതേ ടൈം ഇവളെ ഗ്രാനിയിലെ ആ ഒരു ഗ്രാനി ആണെങ്കിൽ പറയും മോളിങ്ങനെ സങ്കടപ്പെടേണ്ട, അവളെ കാലാണെങ്കിൽ അവൾ യങ് ആയിരിക്കുന്ന ടൈം തന്നെ ഒരു കാർ ആക്സിഡന്റിൽ പോയതാണ്, അതെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാലാണ്, അതുകൊണ്ട് അവൾക്ക് എല്ലാ കാര്യങ്ങളും അവൾ ഒറ്റയ്ക്ക് ചെയ്യണം, ആരും അവളെ ഹെൽപ്പ് ചെയ്യേണ്ട എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്, അല്ലാണ്ട് മോള് വിഷമിക്കാൻ മാത്രം ഒന്നുമില്ല എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശിയാണെങ്കിൽ നമ്മളെ സിംഗിനോട് ഇന്ന് മുത്തശ്ശിന്റെ വീട്ടിൽ നിന്നോന്നു പറയുന്നുണ്ടാവേ. അവളാണെങ്കിൽ പറയും അതൊന്നും വേണ്ട, ഇങ്ങനെ കമ്പനി ആണെങ്കിൽ നമുക്ക് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെ അവൾ പറഞ്ഞു വിടുന്നുണ്ടാവും. എന്നാലും ഈ ഒരു സാഹചര്യം മീൻസ് ഈ ഒരു സിറ്റുവേഷൻ ഇല്ലേ, ആ ഒരു സിറ്റുവേഷൻ നമ്മളെ പെണ്ണിന് കുറച്ച് സങ്കടം വരുത്തിയിട്ടുണ്ടാവും. ടൈം അവളാണെങ്കിൽ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന കണ്ടിട്ട് ഹാൻ ആണെങ്കിൽ വന്നിട്ട് എന്നാന്ന് ചോദിക്കേ. അതേ ടൈം അവളാണെങ്കിൽ പറയും ഞാൻ ഉണ്ടാക്കിയ ഒരു റോബോട്ടില് എത്ര പേർക്ക് ഹെൽപ്പായെന്ന് നിനക്കറിയാം, അതെനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, എന്നെ എവിടുന്ന് പുറത്താക്കിയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെങ്കിൽ എനിക്ക് എന്നിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ അവൾക്ക് സങ്കടമായിരിക്കില്ല, കാരണം ഇതുപോലെ കാലിനൊന്നും സുഖമില്ലാത്തവർക്ക് വില്ലേജിന്റെ പുറത്ത് പോയിട്ട് ചികിത്സിക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ട്രബിൾ ആയിട്ടുള്ള കാര്യമല്ലേ, അതൊക്കെ ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ, അതായിരിക്കും നമ്മളെ പെണ്ണ് മീൻ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ കാണുന്നത് സിങ്ങിനെ കാണേണ്ടിട്ട് വരുന്ന നമ്മളെ ഗ്രാനീനെ ആയിരിക്കെ. സിങ്ങിനെ കണ്ടപാട് ഗ്രാനി ആണെങ്കിൽ പറയും ഇത് നിനക്കില്ലേ ഇന്നലെ കണ്ട ഒരു മുത്തശ്ശി തരാൻ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ നമ്മളെ സിംഗ് ആണെങ്കിൽ പറയും എനിക്കൊന്നും വേണ്ടെന്ന് പറയേ. അപ്പൊ ഗ്രാനി ആണെങ്കിൽ പറയും ഇത് നീ വാങ്ങിയിട്ടില്ലെങ്കിൽ ആ ഒരു മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാകും, അപ്പൊ നീ വാങ്ങണ്ടേന്ന് ചോദിക്കുന്നേരം നമ്മളെ പെണ്ണാണെങ്കിൽ അത് വാങ്ങി വെക്കുന്നുണ്ടാവേ. എന്നിട്ട് നമ്മളെ സിംഗ് ആണെങ്കിൽ ആ ഒരു മുത്തശ്ശി എന്താ വരാത്തതെന്ന് ചോദിക്കുന്നേരം നമ്മളെ ഗ്രാനി ആണെങ്കിൽ പറയും അവൾക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ അവളെ കൊണ്ട് അധികം ഒന്നും നടക്കാൻ പറ്റൂലല്ലോ, അവൾക്കാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളും കാണാനോ എല്ലാം ഇഷ്ടമാണ്, പക്ഷെങ്കിൽ അവളെ അവസ്ഥ ഇങ്ങനെയായി പോയി എന്ന് പറയും. അതേ ടൈം സിംഗ് ആണെങ്കിൽ പറയും അവർക്കായ ഒരു ആർട്ടിഫിഷ്യൽ ലെഗ് ഭയങ്കര അൺകംഫർട്ടബിൾ അല്ലേ, എനിക്ക് ഇന്നലെ അവരെ നടത്തം കണ്ടരും അത് തോന്നിയെന്ന് പറയുമ്പോൾ നമ്മളെ ഗ്രാനി ആണെങ്കിൽ പറയും അവൾക്ക് എപ്പോഴും അത് അൺകംഫർട്ടബിൾ തന്നെയാണ്, അവൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ പോയിട്ട് കാണലുണ്ട്, ഡോക്ടർ ആണെങ്കിൽ പറയും അവൾക്ക് മീൻസ് അവൾക്ക് പറ്റിയ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ലെഗ് ഉണ്ടാക്കുന്നതാണ്, പക്ഷേ അതിന് എത്രത്തോളം പൈസ വരുമെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ, നമ്മളെ കൊണ്ടത് താങ്ങാനൊന്നും പറ്റൂല, അതുകൊണ്ടാണ് അവളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കുന്നതെന്ന് പറയേ. നമ്മളെ പെണ്ണിന് ഇതെല്ലാം കേൾക്കുമ്പോൾ സങ്കടാകും. സിംഗ് ആണെങ്കിൽ പറയും മുത്തശ്ശി ആണെങ്കിൽ ഇതൊന്നും ആലോചിച്ചിട്ട് വറി ചെയ്യേണ്ട, നമ്മളെ മെഡിക്കൽ ഫീൽഡ് ഇപ്പൊ ഇമ്പ്രൂവ് ആയിക്കൊണ്ട് നിൽക്കുന്നതാണ്, ഉറപ്പായിട്ട് ഇതിനൊക്കെയുള്ള പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ മുത്തശ്ശിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവുക. അങ്ങനെ രാത്രി ആകുന്ന ടൈമും അവക്കാണെങ്കിൽ ഉറക്ക് വരുന്നേ ഉണ്ടാവില്ല, ആ ഒരു മുത്തശ്ശിന്റെ കാര്യം തന്നെയായിരിക്കും അവൾ മാറി 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 ആലോചിക്കുന്നുണ്ടാവുക. അതേ ടൈം വരെയും നമ്മളെ ചെക്കനാണെങ്കിൽ നീ എന്താണ് ഇങ്ങനെ പുറത്ത് വന്നിട്ട് നിൽക്കുന്നത്, ഉറക്കി വരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോ, അവളാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വന്നതാണെന്ന് പറയേ. അതേ ചോദ്യം അവൾ അവനോട് ചോദിക്കുമ്പോൾ അവനും പറയും ഞാനും ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഇതുപോലെ നിൽക്കുന്ന സമയത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. മുത്തശ്ശിന്റെ കാര്യങ്ങളൊക്കെ കേട്ടാലോ നമ്മളെ പെണ്ണിന് എന്തെങ്കിലും ഒരു ഐഡിയ വന്നിട്ടുണ്ടാവുക, മുത്തശ്ശിനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ പെണ്ണിനെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും ബൈ.